ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറ്റിമുല്ല നമുക്ക് എങ്ങനെ ഒരു നല്ല വരുമാന മാർഗമാക്കാം, അതിനെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ഒരു ആദായകരമാക്കാവുന്ന ഒരു കൃഷിയാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കുറ്റിമുല്ല ഒരു നല്ല വരുമാനമാണ്, എന്നും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പൂ കൃഷി ഏറ്റവും ആദായകരം എന്ന് പറയുന്നത് തന്നെ. മികച്ച പരിപാലനം നൽകിയാൽ 4-ാം മാസം മുതൽ ചെറിയ രീതിയിൽ പൂക്കൾ ലഭിച്ചെന്നും 1 വർഷം ആകുമ്പോഴേക്കും കൃഷിയിൽ നിന്നും നമുക്ക് നല്ല ലാഭം കിട്ടും. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് വേണം കുറ്റിമുല്ലകൾ നടേണ്ടത്. നീർവാഴ്ചയും വളക്കൂറുമുള്ള മണ്ണായിരിക്കണം നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള സമയങ്ങളിലാണ് കുറ്റിമുല്ല കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. 1.25 മീറ്റർ അകലത്തിൽ 1.5 നീളം വീതി താഴ്ചയുള്ള കുഴികൾ എടുത്തിട്ട് കുഴിയിൽ 15 കിലോ ചാണകം, 200 ഗ്രാം എല്ലുപൊടി, 500 ഗ്രാം വെർമി കമ്പോസ്റ്റ്, 100 ഗ്രാം കടലപ്പിണ്ണാക്ക് എന്നിവ മേൽമണ്ണുമായി ചേർത്ത് 2 കമ്പ് വീതം കുഴികളിൽ നടണം. കമ്പ് നട്ട് 6-ാം മാസം മുതൽ വർഷത്തിൽ 1 തവണ നമുക്ക് രാസവളം ഉപയോഗിക്കാം. കൂടാതെ ചെടി ഒന്നിന് 100 ഗ്രാം കടലപ്പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ എല്ലാ മാസവും നൽകണം. ഓരോ വർഷവും വിളവെടുപ്പിന് ചെടിയെ നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൂണിംഗ് അഥവാ കമ്പ് കോതൽ ചെയ്യണം. പ്രൂൺ ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. അതുപോലെ ഇതിൻ്റെ വിപണി സാധ്യത എന്ന് പറയുന്നത് പൂക്കടകൾ, ക്ഷേത്രങ്ങൾ, മറ്റ് ആരാധനാലയം ഇവിടങ്ങളിലൊക്കെയാണ്. വിവാഹ സീസണുകളിൽ മുല്ലപ്പൂവിൻ്റെ വില ശരിക്കും കുതിച്ചു കയറാറുണ്ട്. ഇനി വിവാഹ സീസൺ അല്ലാത്ത ടൈമുകളിലും മുല്ലപ്പൂവിൻ്റെ വില അതുപോലെ തന്നെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂ കൃഷി എപ്പോഴും നിങ്ങൾക്കൊരു നല്ല വരുമാന മാർഗം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കൃഷി രീതിയിലൂടെ നിങ്ങൾക്ക് കുറ്റിമുല്ല ഒരു നല്ല വരുമാന മാർഗമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.